നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പുട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. പുട്ട് ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഒരു പുട്ട് കഴിച്ചാൽ കഴിച്ചു പോകും കേട്ടോ, അത്ര ടേസ്റ്റാണ്. അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഞാനിപ്പോൾ 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. റവയൊന്നുമല്ല, അരിപ്പൊടി തന്നെയാണ്. നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന പൊടിയാകുമ്പോൾ ഇതുപോലെ തരിതരിയുള്ള പൊടി കിട്ടും കേട്ടോ. ലൈറ്റിന്റെ പൊടിയൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1.5 കപ്പ് പുട്ടുപൊടിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം തന്നെ എടുക്കുന്നുണ്ട്. അത് എല്ലാ പുട്ടുപൊടിയും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം 1 കപ്പ് വെള്ളം, പുട്ടുപൊടി അളന്ന അതേ അളവിൽ 1 കപ്പ് ചൂടുള്ള വെള്ളം കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ പുട്ടുപൊടി കുഴയ്ക്കുമ്പോഴായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ മാവ് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന മാവാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറുത്തതിന് ശേഷം പുട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് ബാക്കിയുള്ള 1/2 ഗ്ലാസ് വെള്ളം, 1/2 കപ്പ് വെള്ളം നമുക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ തളിച്ചു കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് പുട്ട് പൊടി കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴഞ്ഞ് വരണം കേട്ടോ, നനഞ്ഞിട്ടുണ്ടാവണം. നനഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പുട്ട് നമുക്ക് ഊറ്റിക്കകത്തുനിന്ന് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ നന്നായി കുക്കായി കിട്ടത്തുമില്ല. എന്നിട്ട് അവസാനം ഇതുപോലെ നല്ലപോലെ ഒന്ന് വെള്ളം തളിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. പുട്ടുപൊടി എപ്പോഴും അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താലും ടേസ്റ്റ് ആണ്. അത് നമുക്കൊരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെക്കണം, കരിഞ്ഞു പോകാതെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്ന് പരിപ്പൊക്കെ ഒരു ഗോൾഡൻ നിറമായി വരുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്കൊരു 6-7 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് കേട്ടോ. സവാള എടുത്താലും മതിയാകും, ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതിയാകും. പക്ഷെ ഉള്ളി നല്ലപോലെ വഴന്ന് വരണം, നല്ലൊരു ഗോൾഡൻ കളറായി വരണം. നമ്മൾ കടുക് താളിക്കാനൊക്കെ ഉള്ളി വറുക്കത്തില്ലേ, ആ ഒരു പാകമായി വരണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരട്ടെ, അപ്പോഴായിരിക്കും നല്ല ഒരു മണം വരുന്നുണ്ടാവും. ആ ഒരു സമയമാകുന്നത് വരെ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റോ തക്കാളിയോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത്. അത് നമ്മുടെ എരിവിനനുസരിച്ച്, പുട്ടിന് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് വേണം മുളക് പൊടിയുടെയൊക്കെ അളവ് നോക്കാൻ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ പുട്ടുപൊടി എടുത്ത് നോക്കാം. കൈ കൊണ്ടിങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ പിടിക്കാൻ പറ്റണം, ആ ഒരു പാകമായി വരണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കുക. ഇതുപോലെ ഇരിക്കണം പുട്ടുപൊടി, അപ്പോഴായിരിക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതിലേക്ക് നമ്മുടെ മസാല ചേർക്കാം. അതുപോലെ തന്നെ പുട്ടുപൊടി നിങ്ങൾക്ക് കട്ടകളില്ലാതെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതൊന്ന് കുറേശ്ശെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നനച്ച പുട്ടുപൊടി കേട്ടോ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ മാമ്പഴപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഡൗട്ടുള്ളവരൊന്ന് വേണമെന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാനിതിലേക്ക് കൊടുത്തേക്കാം. അപ്പോൾ പൊടി നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പുട്ടുപൊടിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, നമുക്ക് ചൂടോട് കൂടി പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ടുപൊടി നിറയ്ക്കാം. പുട്ടുപൊടി നിറയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് അമർത്തി നിറയ്ക്കരുത്, പതിയെ ഒന്ന് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒതുക്കി കൊടുക്കുക ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് എത്ര കഷ്ണം പുട്ട് വേണോ അതിനനുസരിച്ച് നമുക്ക് ഇടയിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അടുപ്പിൽ ഒരു കുക്കറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
കുക്കറിൽ വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേണം നമ്മുടെ പുട്ടുകുറ്റി അതിലേക്ക് വെക്കാൻ. തേങ്ങ അതിൻ്റെ മുകളിൽ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കാനേ പാടുള്ളൂ. അമർത്തി വെക്കരുത്. എന്ന് കഴിഞ്ഞാൽ പുട്ട് ഭയങ്കര കട്ടിയായി പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് വെന്ത് വരില്ല. പുട്ട് ചൂടായി വരുമ്പോൾ അത് നല്ല വെന്ത് ഒതുങ്ങി അതിനകത്ത് നിൽക്കാൻ പാകത്തിന് വേണം നമുക്ക് ഉണ്ടാവാൻ. എങ്കിലേ നമുക്ക് ആ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ആവി വന്നതിന് ശേഷം ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ പുട്ട് വേവിക്കണം കേട്ടോ. എങ്കിലേ പുട്ട് നല്ലപോലെ വെന്ത് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ പച്ച മാവിന്റെ ചവ ഉണ്ടായി കഴിഞ്ഞാൽ പുട്ടിന് രുചി ഉണ്ടാവില്ല. അങ്ങനെ ഞാനിപ്പോൾ 2 കുറ്റി പുട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് പാകമായിട്ട് നല്ല സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ചായയും പപ്പടത്തിനൊപ്പം ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്